ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡാൽഗോണ ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒന്നാണിത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതുപോലെ ഇതിനകത്ത് നമ്മൾ ചൈന ഗ്രാസോ മുട്ടയോ അതുപോലെ തന്നെ ക്രീം, ജെലാറ്റിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു ബൗളിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെസ്കഫേയുടെ കോഫി പൗഡറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരത്തിന് നമ്മൾ പിന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി. അതിനുശേഷം നല്ല ചൂടുള്ള വെള്ളം 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സ്പൂൺ ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ വിസ്കോ, ഹാൻഡ് ബീറ്റർ, ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നതാണെങ്കിൽ ശരിക്കും 5 മിനിറ്റ് എടുക്കുന്നില്ല കേട്ടോ. ബൗളൊന്ന് ചരിച്ച് പിടിച്ചിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ കോഫി മിക്സ് നല്ലതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണിനടുത്ത് പൊടിച്ച പഞ്ചസാര ചേർത്ത് ഞാൻ ഒന്നുകൂടി ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ കോഫി പൗഡറിൻ്റെ ഒരു കയ്പ്പ് രസമായിരിക്കും മുന്നിട്ട് നിൽക്കുന്നുണ്ടാവുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ളത്. അതിപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് നമുക്ക് ഫ്രീസറിനകത്തോട്ടേക്ക് വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള പാലൊന്ന് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ 1 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1 ടീസ്പൂണിനടുത്ത് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം. കസ്റ്റാർഡ് പൗഡർ കയ്യിലില്ലാത്തവർക്ക് ഇതിന് പകരം പാൽപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പാൽപ്പൊടി ഉപയോഗിക്കുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അതിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. ഇതുകൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കസ്റ്റാർഡ് പൗഡറും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് പഞ്ചസാര ചേർക്കുക. ഒരു 3 ടേബിൾ സ്പൂണിനടുത്തൊക്കെ പഞ്ചസാര ചേർത്താൽ മതി. കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കുന്നതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഒത്തിരി അങ്ങ് ആവുന്ന പാകത്തിന് ചെയ്തെടുക്കരുത് ഒരിക്കലും. ചെറുതായിട്ടൊരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തവി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. വളരെ പെട്ടെന്ന് റെഡിയായി കിട്ടും. കണ്ടില്ലേ, ഇതൊരു ക്രീമി പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് പുഡിംഗ് ട്രേയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റോ ബൗളോ എന്ത് പാത്രം നിങ്ങളുടെ കയ്യിൽ നല്ല സ്റ്റൈലായിട്ടുള്ള ബൗളോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ആവശ്യമായിട്ടുള്ള ബ്രെഡാണ്. അത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ പാത്രത്തിൻ്റെ ഒരു സൈസിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു മിക്സ് നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ സ്ലൈസ് ബ്രെഡും ഇതിനകത്ത് വെച്ച് ശരിക്കും കുതിർത്തിയെടുക്കണം. ശരിക്കും ആ കസ്റ്റാർഡ് പൗഡറിൻ്റെ ഒക്കെ ആ ഒരു മിക്സിൽ കിടന്ന് ഇത് കുതിർന്ന് കിട്ടണം. അതല്ലെങ്കിൽ ബ്രെഡിൻ്റെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടുണ്ടാകുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് നമുക്ക് ഓരോ സ്ലൈസും ഇതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ പുഡിംഗ് ട്രേക്കകത്തോട്ടേക്ക് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ബൗളിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് നിങ്ങൾ ബ്രെഡ് സ്ലൈസസ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല സ്റ്റൈലായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ 2 ലെയറായിട്ട് ബ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കസ്റ്റാർഡ് മിക്സ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇനി നമ്മൾ നേരത്തെ ഫ്രീസറിനകത്ത് വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള നമ്മുടെ കോഫി മിക്സ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ശരിക്കും നല്ല തിക്ക് ലെയറായിട്ട് തന്നെ ചെയ്തെടുക്കുമ്പോഴായിരിക്കും ഈ ഡെസേർട്ട് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ നന്നായിട്ട് ഞാനൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ലൈസ് കട്ട് ചെയ്തതിന് ശേഷം ഒരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടേക്ക് മാറ്റാം. ശരിക്കും നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു പുഡിംഗ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും കോഫിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ് ഇതിന്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല നല്ല വെറൈറ്റി ഡിഷസ് ആയി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.